പിടിക്കേണ്ടടുത്ത് പിടിക്കാനും കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മുരളീധരൻ. അതിന് മുരളീധരനെ കൊണ്ടേ പറ്റൂ. ഇപ്പോഴത്തെ വിഷയം കോൺഗ്രസ് പാർട്ടി നേതാവായ തരൂറാണ്. ആ തരൂർ റഷ്യയിൽ സ്തുതി പാടലിന് ശേഷം ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട് എന്നും മുരളീധരൻ അറിയാം. അല്ലെങ്കിലും കോൺഗ്രസ് മുഴുവൻ തരൂരിന് നേരെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. വലിയ വലിയ ചുമതലകൾ മോദി തരൂരിന് നൽകുമ്പോൾ മോദി സ്തുതിയിടം എണ്ണ കൂട്ടി വരികയാണ് ഇതേ തരൂർ. അതിനിടയിലാണ് പറക്കാൻ കൊതിച്ച് ആകാശം മുഴുവൻ തന്റേതാക്കിയ തരൂർ ഒരു പക്ഷിയുടെ ചിത്രവുമായി വന്നത്. കൊടുത്തില്ലേ മുരളീധരൻ? മുന്നും പിന്നും നോക്കാതെ ആഞ്ഞടിക്കുകയായിരുന്നു മുരളീധരൻ. ഇവിടെ തന്നെയാണ് സ്ത്രീകളുടെ കണ്ണീർ വീഴ്ത്തിയ പിണറായിക്കിട്ടും മുരളീധരൻ കൊടുത്തത്. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കണമെന്ന് പിണറായിക്ക് ആഗ്രഹമുണ്ടായിരുന്നോ എന്നതാണ് ഇപ്പോൾ CPM പരസ്പരം ചോദിക്കുന്ന ചോദ്യം. പൂക്കളുടെ പുസ്തകത്തിനുള്ള അവാർഡ് കൂടിയായപ്പോൾ ജൂറി ഒരു തവണയെങ്കിലും ആ പുസ്തകം ഒന്ന് വായിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഇതോടെ സ്വരാജ് എന്നത് വെറുമൊരു പൂമരനായി മാറുകയാണ്. എന്തായാലും തള്ളിക്കൂട്ടിയ തള്ളലിന് മുഴുവൻ നിലമ്പൂർ ഇടതുപക്ഷത്തെയും തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുരളീധരൻ പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. പറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറക്കണം. അല്ലാതെ ആകാശം സ്വന്തമാണെന്ന് കരുതി ഒറ്റയ്ക്ക് പറക്കാൻ നിന്നാൽ ചിറകരിഞ്ഞ് താഴെ പോവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിലമ്പൂർ മോഡൽ പ്രവർത്തിച്ചാൽ നല്ല നേരം നോക്കി അവിടെ പ്രവേശിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു നിമിത്തമാണ് എന്ന് പറയാൻ കാരണം. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വളരെയധികം നിലമ്പൂരിൽ പ്രയോജനപ്പെടുത്തി. കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ നീങ്ങി. അപ്പം നമുക്കിനി പറയാവുന്നത് നിലമ്പൂർ മോഡൽ. ആ നിലമ്പൂർ മോഡലിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ കേരളം UDFന്റെ കൈകളിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഈ ആശാ സമരത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു. സ്ത്രീകളുടെ കണ്ണീര് വീണാൽ ആ ഭരണകർത്താവിന് പിന്നെ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര ദിവസമായി? 130 ദിവസമായി അവർ സത്യാഗ്രഹം. അതിനെപ്പോലെ അപഹസിച്ചു, അപമാനിച്ചു. പക്ഷേ അവരുടെ നിലമ്പൂരിലുള്ള 2 ദിവസത്തെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരുപാട് സ്ത്രീകളുടെ മനസ്സലിഞ്ഞിട്ടുണ്ട്. പണ്ട് പുരാണത്തിൽ തന്നെയുണ്ട്, പാഞ്ചാലിയുടെ കണ്ണീര് വീണപ്പോഴാണ് കൗരവ വംശം ഇല്ലാതായത്. 101 മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷ കിട്ടിയില്ല. പിന്നെയാണ് ഈ പിണറായി വിജയൻ. അവിടെ നല്ല തള്ളായിരുന്നു നിലമ്പൂര്. എന്തായിരുന്നു തള്ള്? ഇന്ന് ഇന്ത്യയിൽ പല കാര്യങ്ങളും കേരളം ഒന്നാമത്, ആരോഗ്യ രംഗത്ത് ഒന്നാമത്. ഒറ്റ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരും ഇല്ല, മര്യാദയ്ക്ക് മരുന്നുമില്ല. റോഡിൽ ഇറങ്ങിയാൽ മുഴുവൻ പേപ്പട്ടി ശല്യം. എത്ര പേര് പേപ്പട്ടിയുടെ കടിയേറ്റ് മരിച്ചു. ഇതൊക്കെയായിട്ടും തള്ളാൻ യാതൊരു മടിയില്ലാതെ തള്ളിയവരെ നിലമ്പൂർ ജനത തള്ളി. അതാണ് ഇലക്ഷനിൽ കണ്ടത്. മാത്രമല്ല ഇന്നത്തെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ പണ്ട് ആര്യാടൻ മുഹമ്മദിനെ ജയിപ്പിച്ച നിലമ്പൂരല്ല ഇപ്പോഴത്തെ നിലമ്പൂർ. നിയോജകമണ്ഡലം പുനഃക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട 3 പഞ്ചായത്തുകൾ, 2 പഞ്ചായത്ത് വണ്ടൂരേക്കും പോയി, 1 പഞ്ചായത്ത് ഏറനാടേക്കും പോയി. ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറഞ്ഞാൽ 50-50 ചാൻസുള്ള നിലമ്പൂരാണ്. ആ നിലമ്പൂരാണ് 11,000-ൽ പരം വോട്ടിന് ഷൗക്കത്ത് ജയിച്ചതെന്ന് പറയുമ്പോൾ ആ വിജയം ഒരു നിസ്സാര വിജയമല്ല, നല്ല തിളക്കമാർന്ന വിജയമാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു മനസ്സോടെ ഒരുമിച്ച് നീങ്ങിയാൽ, ഈ ഒറ്റ കെട്ടിന് പകരം കെട്ടിയാൽ പഴിഞ്ഞു പോകും, അത് വേണ്ട. ഒരു മനസ്സോടെ ഒരുമിച്ച് നീങ്ങിയാൽ കേരളം നമുക്ക് ഇനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ മംഗളങ്ങളും നേരുകയാണ്. നല്ലൊരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വീകരണ യോഗം വയ്ക്കുമ്പോൾ നമുക്കും ചില പ്രതിജ്ഞ എടുക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ 14-ൽ കഴിയുന്ന 1 സീറ്റ് പോലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രതിജ്ഞ എടുത്ത് നീങ്ങേണ്ട ദിവസം കൂടിയാണെന്ന്. പറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറക്കണം. അല്ലാതെ ആകാശം സ്വന്തമാണെന്ന് കരുതി ഒറ്റയ്ക്ക് പറക്കാൻ നിന്നാൽ ചിറകരിഞ്ഞ് താഴെ പോവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
എല്ലാ മംഗളങ്ങളും ഷൗക്കത്തിന് ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.